അച്ഛൻ സംഗീതാധ്യാപകൻ, അമ്മ നൃത്താധ്യാപിക. കലാകുടുംബത്തിൽ നിന്നാണ് പല്ലവി കലോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നത്. പങ്കെടുത്ത ഇനങ്ങളിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയിട്ടുണ്ട് പല്ലവി. ആ റിപ്പോർട്ടിലേക്ക് പോകാം. കലാമാമാങ്കം 2ാം ദിവസം കൊട്ടിക്കയറുകയാണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് മോഹിനിയാട്ടത്തിലും വീണ വായനയിലും എ ഗ്രേഡ് നേടിയ ഒരു കലാപ്രതിഭയാണ്. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മോളുടെ പേരെന്താ? പല്ലവി സുരേഷ്. എന്തായാലും കലോത്സവത്തിന് വന്നിട്ട് വീണ വായനയിലും മോഹിനിയാട്ടത്തിലും അല്ലേ എ ഗ്രേഡ് മേടിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നമുക്കിനി പ്രേക്ഷകർക്ക് കാണേണ്ടത് മോളുടെ വീണ വായനയാണ്. പല്ലവി വരുന്നൊരു കലാകുടുംബത്തിൽ നിന്നാണ്. പല്ലവിയുടെ അച്ഛൻ ആലപിച്ച് അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പല്ലവി ഇന്നലെ മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് പല്ലവിയുടെ അച്ഛൻ്റെ അമ്മയുടെയും വിശേഷങ്ങളിലേക്ക് പോകാം. എന്തോന്നു, നിങ്ങൾ പഠിപ്പിച്ചു വിട്ടതാണ് മോളെ? തീർച്ചയായിട്ടും നമ്മൾ തന്നെ, അച്ഛനായ ഞാൻ പാടി അമ്മ ചിട്ടപ്പെടുത്തിയ ഒരു വർണ്ണമാണ് ഇന്നലെ കളിച്ചത്. അപ്പോൾ അത് മകൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. അപ്പോൾ വലിയൊരു കലാകുടുംബത്തിൽ നിന്നാണ് പല്ലവി കലോത്സവ വേദിയിലെത്തിയത്. അപ്പോൾ അച്ഛൻ പാടി അമ്മ ഒരു നൃത്തം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ശ്രമിക്കാം. പല ദിനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ നലമൂടും കാൺമത്തിന്നു. എത്ര കഥകൾക്കാണ് കലോത്സവ വേദികൾ സാക്ഷ്യം വഹിക്കുന്നത്. തൻ്റെ മക്കൾക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുന്ന മാതാപിതാക്കളും കലോത്സവ വേദിയിലെ സന്തോഷ കാഴ്ചകൾ തന്നെ. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം കീർത്തന കേശവൻ, 24.